പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എക്സ്പോയുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിലെ വേദിയിലെ കാഴ്ചകളുമായിട്ടായിരുന്നു എത്തിയിരുന്നത്. ജർമ്മനിയിലെ വേദിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യാൻ ആരും തന്നെ ചെയ്യുന്നില്ല. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ദിവസം അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തു പോകാൻ മറക്കരുത്. വെൽക്കം ടു മഹി എം മീഡിയ. കഴിഞ്ഞ ദിവസം ജർമ്മനിയുടെ വേദിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരെയായിരുന്നു വീഡിയോ കാണിച്ചിരുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരു ഇരുട്ട് റൂമിലേക്ക് കയറിയതിന് ശേഷം ചെറിയ ചെറിയ LED സ്ക്രീനുകളിൽ പല പല ചിത്രങ്ങൾ കാണാം. ഓരോ നിമിഷവും ഇതുപോലെ കളർ ചേഞ്ച് ചെയ്യുന്നതായും ചിത്രങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായും കാണാം. തൊട്ടടുത്ത വീഡിയോയും ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചൊരു വീഡിയോ തന്നെയായിരുന്നു. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അടിപൊളി ഒരു ദൃശ്യം തന്നെയായിരിക്കും. ഒരു ഊഞ്ഞാലിൽ എല്ലാവരും ഇരിക്കാൻ പറയും. അതിനുശേഷമാണ് ഇതിൻ്റെ മനോഹരമായൊരു ദൃശ്യം. ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു കാഴ്ച തന്നെയാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യരുത്. അടിപൊളി ഒരു കാഴ്ച തന്നെയായിരിക്കും. Almost complete. But before you leave, there's one last thing worth sharing. Our planet is in constant motion. It is constantly changing. And more than ever before, it's being changed by us. At the same time, we know that something is not running the way it should. Take a look around. With you, the world is sitting in this room. You all come from the most different places. And as different as you are, you all voted for the same beliefs and showed that you care. During your journey through the campus, you all voted for sustainability, responsibility. You all have voted for a world worth living in. That's your dream, my dream. And still, sometimes we feel powerless. And you're right. It's hard to change the world alone. But we don't have to. Let's try a little experiment. As we think the same way, we can move the same way. Look, you're not stuck any longer. Let's move together and inspire the people around us to move as well. Move towards your beliefs to reach a better future. inspire, to connect, and to keep moving. Thank you.
ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനുശേഷം എത്തിയത് കുറേയധികം കാഴ്ചകളായിരുന്നു. എല്ലാ LED സ്ക്രീനിന് മുന്നിലും ഓരോ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തെല്ലാമാണ് വിശദീകരിക്കുന്നതെന്നുള്ളത് കൃത്യമായും നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. കഴിഞ്ഞതിന് ശേഷം നേരെ എത്തിയത് രസകരമായൊരു ഗെയിമിലേക്കായിരുന്നു. ഞങ്ങൾ 4 പേരാണ് ഈ ഗെയിമിൽ പങ്കെടുത്തത്. 50 സെക്കൻഡാണ് ഈ ഗെയിമിൻ്റെ സമയം. ഏറ്റവും കൂടുതൽ പോയിൻ്റ് ആര് നേടുന്നു അവർ വിജയിക്കുന്നതാണ്. രസകരമായൊരു ഗെയിം തന്നെയായിരുന്നു. ഇവിടെയാണ് ID കാർഡിൻ്റെ ഉപയോഗമെന്ന് ഞാൻ പറഞ്ഞത്. അവസാനം ഈ ഗെയിമിൻ്റെ അവസാനം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ പേര്, മഹി എന്ന് എഴുതിയിരിക്കുന്ന പേര് സ്ക്രീനിൽ കാണിക്കുന്നതായിട്ട്. എവിടെ ചെന്ന് നിന്നാലും ഏത് സ്ക്രീനിൻ്റെ മുന്നിലായാലും മഹി എന്നുള്ള പേര് കൃത്യമായി ബാർകോഡ് സ്കാൻ ചെയ്ത് കാണുന്നതാണ്. അതിനുശേഷം വീണ്ടും ചെന്നെത്തിയത് വ്യത്യസ്തമായ കുറേ കാഴ്ചകളിലേക്കായിരുന്നു. ഇത്രയേറെ തിരക്ക് ഈ വേദിക്കുണ്ടാകുന്നതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായി. വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ് ജർമ്മൻ വേദിയിലുള്ളത്. മറ്റൊരിടത്തും ഇത്രയേറെ തിരക്ക് കണ്ടിട്ടില്ല. ഏകദേശം 1.5 മണിക്കൂർ ക്യൂവിൽ നിന്നതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് പ്രവേശിച്ചത് തന്നെ. ജർമ്മൻ വേദിയിലെ കാഴ്ചകളെല്ലാം തന്നെ അവസാനിക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പാസ്പോർട്ടിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഇനി കാണിച്ചു തരാം. ഇതാണ് പാസ്പോർട്ടിൻ്റെ ഉപയോഗം. ആ രാജ്യത്തിൻ്റെ സീൽ ചെയ്തു തരുന്നതാണ് നമുക്ക്. എല്ലാ രാജ്യത്തിൻ്റെ വേദിക്ക് പുറത്തായി തന്നെ ഇതേപോലെ പാസ്പോർട്ടിൽ സീൽ ചെയ്യാൻ വോളണ്ടിയർ നിൽപ്പുണ്ട്. ഇതാണ് പാസ്പോർട്ടിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം പുതിയൊരു വേദിയിലെ കാഴ്ചകളുമായിട്ടാണ് എത്തുന്നത്. അതിന് മുന്നേ ഒരു കാര്യം, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നാളെ എത്തുന്നതാണ്.